നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. കുടിയേറ്റ വിദേശ നയങ്ങൾ വ്യക്തമാക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ വിദേശികളുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെ നിയന്ത്രിക്കുന്നതും ഇമിഗ്രേഷൻ അധികാരിയുടെ അധികാരങ്ങൾ നിർവചിക്കുന്നതുമായ നിലവിലുള്ള 4 നിയമങ്ങൾ റദ്ദാക്കാനാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നത്. വിദേശികളെ പ്രവേശിപ്പിക്കുന്ന സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദേശികളെയും അവരുടെ പരിചാരകരെയും പ്രവേശിപ്പിക്കുന്ന ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവ അവരുടെ വിവരങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകളും ഇത് നിർദ്ദേശിക്കുന്നു. ഇമിഗ്രേഷൻ ഓഫീസർമാർ പ്രവേശനം നിഷേധിച്ച യാത്രക്കാരനെ നീക്കം ചെയ്യാനും യാത്രക്കാരുടെയും ക്രൂവിന്റെയും വിവരങ്ങൾ മുൻകൂർ അധികാരികൾക്ക് നൽകാനും വിമാന കമ്പനികളെ ബാധ്യസ്ഥരാക്കുന്നു. നിയമലംഘകർക്ക് 5 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം. ആഗോളതലത്തിൽ തന്നെ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയും കുടിയേറ്റ വിദേശ നിയമങ്ങൾ കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. രാജ്യത്തേക്കുള്ള കുടിയേറ്റക്കാരുടെ പ്രവേശനം നിയന്ത്രിക്കാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. 1946 ഫോറിനേഴ്സ് ആക്ട്, 1920 പാസ്പോർട്ട് എൻട്രി ഇൻ ഇന്ത്യ ആക്ട്, 1939 ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആക്ട് എന്നിവയുൾപ്പെടെ നിലവിൽ 1ലധികം നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ വിഷയത്തിൽ ഒരു സമഗ്ര നിയമത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് പുതിയ നിയമം രൂപീകരിക്കുന്നതിന്റെ ലക്ഷ്യം. അവയിൽ 3 ഭരണഘടനയ്ക്ക് മുമ്പുള്ള 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളുടെ അസാധാരണ സമയങ്ങളിൽ നടപ്പാക്കിയതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ ആരംഭിക്കുകയും ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മോദി സർക്കാരിന്റെ ഈ നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിയമവിരുദ്ധ കുടിയേറ്റം, പ്രത്യേകിച്ചും രാജ്യത്തെ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കുന്നതിന് വിശാലമായ ഒരു നിയമനിർമ്മാണമാണ് ഈ പുതിയ നിയമത്തിലൂടെ മോദി സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനിടെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ രാജ്യമെമ്പാടും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസം മുൻപും മുംബൈയിൽ നിന്ന് നിരവധി ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ സമയത്ത് തങ്ങൾ ഈ ബംഗ്ലാദേശികളെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ആ രഹസ്യ ചാരനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിയായ തന്റെ ആദ്യ ഭാര്യയോടുള്ള ദേഷ്യം തീർക്കാനാണ് എവിടെ ഉണ്ടെങ്കിലും താൻ ബംഗ്ലാദേശികളെ കാട്ടിക്കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി പോലീസിന് 4000-ഓളം ബംഗ്ലാദേശികളെ പിടികൂടി അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ കഴിഞ്ഞു. 46-കാരനായ ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല. ഇദ്ദേഹം ആദ്യം വിവാഹം കഴിച്ച സലേഹ ബീഗം മുൻപ് ഒരു ബാറിൽ നർത്തകിയായി ജോലി ചെയ്തിരുന്നു. ഇവർ തമ്മിൽ പ്രണയത്തിലായപ്പോൾ താൻ കൊൽക്കത്തയിൽ നിന്നാണെന്നാണ് സലേഹ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ബംഗ്ലാദേശിൽ നിന്നുള്ളവരായിരുന്നു. വിവാഹശേഷം സലേഹ ഇദ്ദേഹത്തെയും 2 പെൺമക്കളെയും ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തിയപ്പോൾ സലേഹയുടെ ബന്ധുക്കൾ താൻ ഹിന്ദുവാണെന്ന് കരുതി തന്നെ ഉപദ്രവിച്ചതായും പോലീസിൽ ഏൽപ്പിച്ചതായും അയാൾ പറയുന്നു. താൻ മുസ്ലിമാണെന്ന് പറയാൻ പോലും അനുവദിച്ചില്ല. 5 ലക്ഷം രൂപ നൽകിയാണ് ഒടുവിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടും ഭാര്യ തന്നെ കാണാൻ വന്നില്ല. ഒടുവിൽ തന്റെ മൂത്ത മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങി. ഇവിടെ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഒരു ബംഗ്ലാദേശിയെ പോലും ഇന്ത്യയിൽ താമസിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ഇത് പാലിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഇയാൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഇറാഖിലേക്ക് കടക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശികൾ അറസ്റ്റിലായി. ഛത്തീസ്ഗഡിലെ റായ്പൂർ പോലീസാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് മുഹമ്മദ് ഇസ്മായിൽ, ഷെയ്ഖ് അക്ബർ, ഷെയ്ഖ് സാജർ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. സഹോദരന്മാരായ ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ശേഷം വ്യാജ പാസ്പോർട്ടുകളും മറ്റ് രേഖകളും നിർമ്മിച്ചിരുന്നു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നാണ് ഈ വ്യാജരേഖകൾ നിർമ്മിച്ചത്. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലേക്ക് പോവുകയായിരുന്നു ലക്ഷ്യം. കോടതി 3 പേരെയും 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. റായ്പൂരിൽ വ്യാജരേഖകൾ നിർമ്മിക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. നിലവിൽ അതിന്റെ തലവൻ ഒളിവിലാണ്. അയാൾക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.